ഹായ് മക്കളെ, ഏരിയസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ഒരു കിഡിലൻ അസേഷൻ ലിസ്റ്റിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ? നോക്കുക, ഒരു അസേഷനിൽ പറയുന്നത് നോക്കിയേ. ഇഫ് ദ റേഡിയസ് ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. ഓക്കെ, നോർമലി ഉള്ള റേഡിയസും സെൻട്രൽ ആംഗിളും നമുക്ക് ആറും തീറ്റയും എടുക്കാം. ഓക്കെ, അന്നപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഇതിനെ പറ്റി ഇവിടെ പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ സെക്ടറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പെരിമീറ്റർ നോക്കാം. സെൻട്രൽ ആംഗിൾ തീറ്റ റേഡിയസ് 6 ആണെങ്കിൽ നമുക്ക് ഞാൻ ഫിഗർ കുറച്ച് വലുതാക്കി വായിക്കണം. ഫിഗർ കുറച്ച് വലുതാക്കാം അല്ലേ? റീസൈസ് യെസ്. ഓക്കെ, സെൻട്രൽ ആംഗിൾ തീറ്റ റേഡിയസ് 6 ആണെങ്കിൽ അവിടെ പെരിമീറ്റർ ഓഫ് ദ സെക്ടർ എന്താ? സെക്ടറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആർക്ക് ലെങ്ത്തിന്റെ കൂടെ 2 റേഡിയസും കൂടെ ആഡ് ചെയ്യണം. അത് മറന്നു പോകരുത്. അപ്പോൾ ആർക്ക് ലെങ്ത് എന്താ അവിടെ വരിക? തീറ്റ ബൈ 360 ഇൻറ്റു 2πr അല്ലേ? പ്ലസ് ഈ റേഡിയസും കൂടെ ആഡ് ചെയ്യണം. കാരണം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റിലുള്ള അളവാണ്. ഓക്കെ, അപ്പോൾ 2 റേഡിയസ് 2r 2r എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓക്കെ, ഇവർ നമ്മളോട് പറയുന്നത് റേഡിയസ് എന്തായി? റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. അതായത് r/2 ആയി. പുതിയ റേഡിയസ് r/2 ആണ്. പിന്നെയോ ആൻഡ് ആംഗിൾ ഈസ് ഡബിൾഡ്. സെൻട്രൽ ആംഗിൾ തീറ്റ എന്തായി? 2θ ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മുടെ പുതിയ സെക്ടർ എങ്ങനെയാണ് വരിക? ഇങ്ങനെ വരും. സെക്ടർ ഇങ്ങനെ വരും. എങ്ങനെയാ? സെൻട്രൽ ആംഗിൾ 2θ ആൻഡ് റേഡിയസ് r/2. ഓക്കെ, അതിന്റെ പെരിമീറ്റർ എന്താ വരിക? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ആർക്ക് ലെങ്ത് എന്താ? ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ സെൻട്രൽ ആംഗിൾ ബൈ 360 2θ ബൈ 360 ഇൻറ്റു 2 ഇൻറ്റു പൈ ഇൻറ്റു r എത്രയാ? അവിടുത്തെ റേഡിയസ് എത്രയാ? r/2 പ്ലസ് അതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? ഈ 2 റേഡിയസും കൂടെ ആഡ് ചെയ്യണം. 2 റേഡിയസും r/2 അല്ലേ വരിക? r/2 പ്ലസ് r/2 6 വരും. സോ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്ട്രാ വന്ന ഈ 2ഉം ഇവിടെ ആറിലധികം വന്ന അടിയിൽ വന്ന 2ഉം കട്ടായി പോയി. അപ്പോൾ ലിറ്ററലി ഇതെന്താണ്? തീറ്റ ബൈ 360 ഇൻറ്റു 2πr തന്നെയാണ്. തീറ്റ ബൈ 360 ഇൻറ്റു 2πr തന്നെയാണ്. പക്ഷേ ഇവിടെ പ്ലസ് 2r ഉണ്ട്, ഇവിടെ 6 ഉള്ളൂ. മനസ്സിലായോ? ഈ 2 ടേമും രണ്ടിലും സെയിം ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എക്സ്ട്രാ ഒരു 2r ആണുള്ളത്, ഇവിടെ 6 ഉള്ളൂ. അപ്പോൾ രണ്ടിന്റെ പെരിമീറ്റർ റിമെയിൻ സെയിം അല്ല, പെരിമീറ്റർ മാറുന്നുണ്ട്. കാരണം ഇവിടെ എക്സ്ട്രാ ഒരു 2r ഉണ്ട്, ഇവിടെ എക്സ്ട്രാ 6 ഉള്ളൂ. അപ്പോൾ അത് അസേഷൻ തെറ്റാണെന്ന് മനസ്സിലായി. ഇനി റീസൺ നോക്കിയേ. ലെങ്ത് ഓഫ് ആർക്ക് സബ്റ്റൻഡിങ് തീറ്റ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഓഫ് റേഡിയസ് r ഈസ് πr തീറ്റ ബൈ 180. അത് സംഭവം ശരിയല്ലേ? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സെൻട്രൽ ആംഗിൾ തീറ്റ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ ബൈ 360 ഇൻറ്റു 2πr. അതിൽ ഈ 2ഉം 360 നമുക്ക് കട്ട് ചെയ്തൂടെ? 360 കട്ട് ചെയ്താൽ അടിയിൽ 180 വരും. അപ്പം മേലെ തീറ്റയും പയ്യും മാറും, അടിയിൽ 180. തീറ്റയും പയ്യും മാറും, അടിയിൽ 180. അത് കറക്റ്റാണ്. അപ്പോൾ അസേഷൻ തെറ്റാണ്, റീസൺ കറക്റ്റ് ആണ്. അതാണ് ഓപ്ഷൻ വരിക. അസേഷൻ ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ്. സോ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.